നിന്റെ ധവനപ്രിയല്ലേ ഇവിടെ നിക്കുന്നേ? ധവനപ്രിയോ? ഓ, തവളപ്രിയ. ഇപ്പൊ ശരിയാക്കാം. ഓയ് തവളപ്രിയേ, ഇതൊന്ന് ചുമ്മാതിരിക്കേ. എന്താ നീ കാണിക്കുന്നേ? നിന്നെ തന്നെ ആടി തവളപ്രിയേ. പട്ടി. ഞാനോ? അതിന് ഞാനെന്താ ചെയ്തേ? ഇവനാ? ഓ പോയോ. എടാ പട്ടി, ഈ കാറിലല്ലേ എനിക്ക് ചീത്ത കിട്ടും. നിനക്കൊന്നങ്ങ് നീങ്ങിയെന്ന് വിളിച്ചൂടെ? നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. നീ എന്നെ ഒറ്റിക്കൊടുത്തിട്ട് അവളുടെ മുന്നിൽ ആളാവാൻ നോക്കിയവനല്ലേ. ഓയ് തളപ്പയെ, ദേടാ തവളപ്രിയ പോകുന്നു. മോനെ മുറ്റത്തൊരു തവളപ്രിയ. ഓയ് തവളപ്രിയേ, ഓയ് തവളപ്രിയേ. എടി ആരാടി ഇത്? കുറച്ച് ദിവസമായല്ലോ തുടങ്ങിയിട്ട്. എന്തായാലും നല്ല പേര്, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. സീനിയേഴ്സ് വെറുതെ ഒന്നല്ല ആ പേരിട്ടിരിക്കുന്നത്. പോടി. ആ കാലമാടൻ തെണ്ടി എൻ്റെ കൈ കെട്ടി ഞാൻ വെറുതെ വിടില്ല. കുറച്ച് നാളായി അവൻ തുടങ്ങിയിട്ട്. എവിടെ പോയാലും വിളിക്കും. എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. ശല്യം. എന്തിനാണ് ഈ ഭാഗത്തിന് നീ ഇങ്ങനെ പറയുന്നേ? ആള് നല്ല ക്രിയേറ്റീവായിട്ടൊരു പേര് നിനക്ക് കിട്ടുന്നും വെച്ച് ഇങ്ങനെ കിടന്ന് ചൂടാക്കണോ? ഓ, നിനക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ആ പേരങ്ങ് ഇട്ടോണ്ടെടുക്ക്. അപ്പൊ നിനക്ക് സമാധാനാവും. ഓഹോ, ഇനി രണ്ടുപേരും അതും പറഞ്ഞ് തല്ലടിക്കണ്ട. എടി, നാളെ അല്ലേ ആർട്സ് ക്ലബിന്റെ പ്രോഗ്രാം. നീ ഡാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞോ? നാളെ നിന്റെ പ്രോഗ്രാം ഇല്ലേ? ആ, അതൊക്കെ ഏകദേശം സെറ്റാ. നാളെ ഒന്ന് ആയാ മതി. എടാ നീ വരുന്നില്ലേ? കൊറേ നേരായി കിടക്കുന്നു. എഴുന്നേറ്റ് വാട മോനെ. ഞാനെങ്ങും ഇല്ല. എനിക്കൊന്നും വയ്യ അവിടെ പോയിരുന്നു ബോറടിക്കാൻ. ഓ, കൊറേ ഡാൻസും കൂത്തും. എനിക്കൊന്നും വയ്യ. നീ വേണമെങ്കിൽ പൊക്കോ, ഞാൻ വന്നില്ല. ഓ, എന്നാ നീ ഇവിടെ ഇരുന്നോ. ഞങ്ങൾ പോയി നിന്റെ തവളയുടെ ഡാൻസ് കണ്ടിട്ട് വരാം. എന്ത്? തവളയുടെ ഡാൻസ് ഉണ്ടോ എന്ന്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾക്കതിന് ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയോ? ഞാൻ വിചാരിച്ചു അവൾക്ക് തവളച്ചേട്ടൻ മാത്രം അറിയുള്ളൂ. എന്തായാലും കൊച്ചിത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്നതല്ലേ, നമുക്ക് പോയി ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാം. നിക്ക്, ഞാനും ഉണ്ട്. வாய்ப்போட்டு சத்தம் எல்லாம் பெண்ணுக்கு ஆகாது. வண்டெல்லாம் சத்தம் போட்டால் பூஞ்சோலை தாங்காது. மொட்டுக்கள் சத்தம் போட்டால் வண்டுக்கு கேட்காது. ஆடிக்கு பின்னாலே காவேரி தாங்காது. ஆளான பின்னாலே அள்ளிப்பு மூடாது. ஆசை துடிக்கின்றதோ ஏ மான் பொறு. ഇവനിതെന്ത് പറ്റി? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. കോഴി പൊളിക്കാൻ വന്നവൻ ഇപ്പൊ വായേം പൊളിച്ചിരിക്കുന്നു. വായെടുക്കട, നാണം കെടുത്താതെ. செம்மாதுளை வாய் மொழி சொல்லாயோ. ஹே மான்புரு மங்கைய, ஹே மான்புரு. എന്തു പറ്റിയടാ? എന്തു പറ്റി? ഞാനെന്താ ഇതൊന്നും കാണാതെ പോയേ? എന്ത് കാണാതെ പോയെന്ന്? നിനക്ക് എന്താ സത്യത്തിൽ പറ്റിയേ? ഷോ, ഇതറിഞ്ഞിരുന്നെങ്കിൽ, അവൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഞാൻ നേരത്തെ സെറ്റാക്കിയാനെ. വെറുതെ 2 മാസം വേസ്റ്റ് ആക്കിയില്ലേ? എന്തോ? എങ്ങനെ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അവളുടെ തുള്ളിച്ചാട്ടം കണ്ടപ്പോ നിന്റെ മനസ്സങ്ങ് ഇളക്കിയോ?
എന്തൊക്കെയായിരുന്നു അവൻ. അവനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ 2 മാസം അവളുടെ പുറകെ നടന്ന് അവളെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കിയതും പോരാ, ഞാനാ പെട്ടുപോയത്. അവളുടെ വിചാരേ ഞാനാ വിളിക്കുന്നേന്നാ. ഒന്നും പറയണ്ട. അവള് കണ്ണുരുട്ടി കാണിച്ച് കാണിച്ച് എനിക്കിപ്പോ ഞാൻ പറയുന്നില്ല, പറഞ്ഞാ ഞാൻ കൂടിപ്പോവും. അവന്റെ ഒടുക്കത്തൊരു പ്രതികാരം. എന്നിട്ടിപ്പൊ നിനക്ക് പ്രേമം പൊട്ടിമുളച്ചിരിക്കുന്നു. കാണിച്ചു തരാടാ നിന്റെ പ്രേമം. അതങ്ങ് കയ്യിൽ തന്നെ വെച്ചേച്ചാ മതി. ഒന്നും നടക്കാൻ പോണില്ല. ഉവ്വ, നമുക്ക് കാണാം. അല്ലേടെ നിന്റെ സമ്മതമൊന്നും വേണ്ട. അവളെ ഇനി എന്റെയാ. നീ കണ്ടോ, ഞാനും അവളെ സെറ്റാക്കിയിരിക്കും മോനെ. ഹേയ് പ്രിയ, എവിടേക്കാണ് നീ പോകുന്നേ? നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഇങ്ങോട്ട് വന്നേ നീ. വിട് വിട് എന്നെ, ഞാൻ നിന്റെ മിണ്ടില്ല. മതി നിന്റെ സോപ്പയൊക്കെ നിർത്തിക്കോ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. എന്ത് എന്ത് പറ്റി എന്റെ മോൾക്ക്? ഇന്ന് നല്ല ദേഷ്യത്തിലാണല്ലോ. എന്താ കാര്യം എന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകും. ഇത് ഈ മോക്ക് ഇങ്ങനെ ചുമന്നെടുത്ത് കിടക്കണ കാണുമ്പോണ്ടല്ലോ എന്റെ കൺട്രോൾ ഫുള്ള് അങ്ങ് പോകാം. എന്റെ പൊന്നു പ്രീ, എന്താ നീ ഇങ്ങനെ? അയ്യടോ, ദേ ഒരു വീക്കങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ അവന്റെ കൺട്രോൾ പോകുന്നത്ര. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ ഫ്രണ്ട്സിനോട് എന്നെ ഇനി അങ്ങനെ വിളിക്കരുതെന്ന് പറയാൻ. എന്നിട്ട് നീ വല്ലതും കേട്ടോ? എന്നിട്ടിപ്പോ അവന്റെ കൺട്രോള് പോയതേ നിന്റെ അല്ല, എന്റെയാ. ദേ മര്യാദക്ക് അവരോട് പറഞ്ഞോ അത് നിർത്താൻ. ഇല്ലെങ്കിൽ നിന്റെ മുഖത്ത് പാട് വീഴും. എങ്ങനെ വിളിക്കല്ലെന്ന്? നിന്റെ ഓ ആ, മനസ്സിലായി. അവരത് ചുമ്മാ വിളിക്കുന്നതല്ലേ. നീ അതൊക്കെ ഇങ്ങനെ സീരിയസ് ആയി എടുത്താലോ? ദേ അങ്കി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവര് കാരണം ഈ കോളേജിൽ എല്ലാവരും എന്നെ ഇപ്പൊ അങ്ങനെയാ വിളിക്കുന്നേ. ഇവിടുത്തെ പ്യൂൺ പോലും എന്നെ അങ്ങനെയാ വിളിക്കുന്നേ. നിനക്കറിയോ, ഇന്നലെ ദിനേശ് സാർ എന്നെ വിളിച്ചത് തവളയെന്ന. എന്നിട്ട് പറയാ എല്ലാവരും അങ്ങനെ വിളിച്ച് കുട്ടിയുടെ പേര് ഞാൻ മറന്നു എന്ന്. എല്ലാവരും കാരണം, നിന്റെ വൃത്തിയുടെ ഫ്രണ്ട്സ് കാരണം. അങ്കി മര്യാദക്ക് അവരോട് പറഞ്ഞോ നിർത്താൻ, ഇല്ലെങ്കിൽ ശരിക്കും ഞാൻ നിന്നോട് മിണ്ടില്ല. എനിക്കിപ്പോ തോന്നാ നീയും കൂടെ ചേർന്ന ഇതൊക്കെയാണ്. സത്യം പറയാങ്കി നീ അറിഞ്ഞിട്ടല്ലേ ഇതൊക്കെ? എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അയ്യോ എന്റെ മുത്തേ, നീ ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടാ? അവരെല്ലാരും കൂടെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. എനിക്കറിയുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു? ഞാൻ അവരോട് കുറെ വട്ടം പറഞ്ഞതാ നിന്നെ അങ്ങനെ ഒന്ന് വിളിക്കലേന്ന്. പക്ഷെ അവർ കേൾക്കണ്ടേ? നിനക്കറിയോ മോളെ, ഇതാ ഫ്രെഡിയുടെ പണിയാ. അവൻ അല്ലേലും അങ്ങനെയാ. ഇന്നാൾ എന്നെ ഇതേപോലെ കളിയാക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു. മോള് വിഷമിക്കണ്ട, ഞാൻ അവരോട് പറയാം. ഇനി നിന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറയാൻ ഞാൻ. അയ്യോ അങ്കി, സോറി. ഞാൻ മനഃപൂർവ്വം ഒന്നും പറഞ്ഞു ഒന്നല്ല, എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. എല്ലാവരും എന്നെ ഇങ്ങനെ വിളിച്ചപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അല്ലടാ, നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. ആ കാലമാടം ഫ്രെഡി കാരണം ഇതൊക്കെ എനിക്കറിയാം. അവന് ഞാൻ 8ന്റെ പണി കൊടുക്കുന്നുണ്ട്. ദുഷ്ടൻ. അവനല്ലേ എനിക്ക് പേരിട്ട്. അവന്റെ അടിയന്തരം നടത്തും ഞാൻ. അവനറിയില്ല ഞാൻ ആരാന്ന്. അവനെ അറിയാനേ പോകുന്നുള്ളൂ. അവനുണ്ടല്ലോ, അവനെ അരച്ച കളക്കി ഞാൻ പായസം ഉണ്ടാക്കി കുടിക്കും. ഇല്ല, ഞാൻ പട്ടി കെട്ടിയെടുക്കും. പട്ടിത്തന്റെ നാറി. അവൻ അങ്ങനെ ചെയ്ത പോരാ. അവനെ ഉണ്ടല്ലോ ഞാൻ തോലൊളിച്ച്. ശരി, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. നീ ഇപ്പൊ കൂളാവ്. ശരി, എന്നാ ഞാനിപ്പോ അങ്ങോട്ട് പോട്ടെ. എന്നെ സാർ അന്വേഷിക്കുന്നുണ്ടോ? പ്രൊജക്റ്റിന്റെ ബുക്ക് വെച്ചിട്ടില്ല. ശരി എന്നാങ്കി പിന്നെ കാണാവേ. വൈകിട്ട് നീ കഫേക്ക് വാ, ഞാനിവിടെ നിക്കാം.
നിക്ക്. നിന്നോട് നിക്കാനാ പറഞ്ഞേ. നിന്നെ ഉണ്ടല്ലോ, നീ എന്താ എന്നെ വിളിച്ച? എടി നിക്കാ. ഹാ, ഹാ. തേടാ നിന്റെ തവള വെള്ളത്തിൽ കിടക്കുന്നു, പോയി പിടിച്ച് എഴുന്നേപ്പിക്കടാ. എടാ ഒന്ന് നിർത്തടാ, മതി. മോളെ എന്തെങ്കിലും പറ്റിയായിരുന്നോ? അയ്യോ മോളെ, തവളെ നിക്ക്. പ്രീ നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. അവളായതുകൊണ്ടാ അങ്ങനെ ഇട്ടിട്ട് പോയത്. ഞാനെങ്ങാനായിരുന്നെങ്കിൽ ഏട്ടനെ തന്നിട്ട് പോയേനെ. ശവത്തി കുത്തല്ലേടാ. ഓ, അപ്പൊ നീ ശവോണെന്ന് സമ്മതിച്ചു അല്ലേ? ഓ, ശവമെങ്കി ശവം. എങ്ങനെയെങ്കിലും എനിക്ക് നീ അവളൊന്ന് സെറ്റാക്കി താടാ, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകൂ. അയ്യടാ, ആ കൊച്ചിനെന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് അത് നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്. ഇനി ഞാനായിട്ട് അതിനെ മരണക്കിണറിൽ താഴ്ത്തുന്നില്ല. എടാ ദുഷ്ട, ഒന്നില്ലെങ്കിലും ഞാൻ നിന്റെ ചേട്ടനല്ലേടാ. അതെങ്കിലും ഓർത്തിട്ട് നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ? പിന്നെ ഞാൻ കാരണല്ലേ നിനക്ക് നിന്റെ ഭാഗ്യം കിട്ടിയത്. ഉം. ഇനി നീ അതും പറഞ്ഞ് സെന്റ് അടിക്കാൻ നിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പനാ, തങ്കപ്പൻ. ലവ് യുടെ ചക്കരെ ഉമ്മ. മതി മതി മതി, ഇനി നീ പറഞ്ഞു പറഞ്ഞ് അധികം ഓവറാക്കാൻ നിക്കണ്ട. ആ, വന്നല്ലോ നിന്റെ തമ്പുരാട്ടി. ഇപ്പൊ സമാധാനായില്ലേ നിനക്ക്? ദേ, പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതേപോലെ അങ്ങ് ചെയ്തേക്കണം. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അതൂതും പറഞ്ഞ് വഴക്കിടാനാണ് മോന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് മേലാട്ടോ ഈ പരിപാടിക്ക് നിൽക്കാൻ. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റാക്കിക്കോളാം, കേട്ടല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. കുറെ നേരായി ഞാൻ ഈ സഹിക്കുന്നു. എന്താ നിന്റെ ഉദ്ദേശം? എന്നെ ഇങ്ങനെ നാണം കെടുത്തി മതിയാകഞ്ഞിട്ടാണോ നീ ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? നിർത്തിക്കൂടെ നിനക്ക്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു, എന്നിട്ട് നിനക്ക് എന്താ മനസ്സിലാക്കാത്തെങ്കിൽ? അതെന്താന്ന് നിനക്കറിയില്ല ഡാമിറ്റ്. നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടാ ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാടി. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? എനിക്ക് നീയല്ലാതെ പറ്റില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിനക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഐ ലവ് യു പ്രിയ, പ്ലീസ് ഫോർഗീവ് മീ. ഇനിയും നിനക്കിതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഇഡിയറ്റ്.
പ്രിയേച്ചി പ്രിയേച്ചി എന്താ മുറിയിൽ തന്നെ ഇരിക്കുന്നേ? എന്താ പുറത്തേക്കൊന്നും വരാത്തെ? നീയോ? നീ എപ്പോഴാ വന്നേ? ഒറ്റയ്ക്കാണോ വന്നേ? ഇല്ല, അങ്കിയേട്ടനുണ്ട്. അനന്തന് വീട്ടിൽ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് ഞാനും അങ്കിയേട്ടനും കൂടെ പുറത്തു വന്നതാ ഷോപ്പിങ്ങിന്. നാളെ അങ്കിയേട്ടന്റെ പെണ്ണ് കാണലല്ലേ, അപ്പൊ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. എന്താ എന്താ നീ പറഞ്ഞേ? അങ്കി നാളെ പെണ്ണ് കാണാൻ പോകുകയാണെന്നോ? ആ, പിന്നെ എത്ര നാളെന്ന് പറഞ്ഞ അങ്കിയേട്ടൻ ഇങ്ങനെ നടക്കുന്നേ. അച്ഛനും അമ്മയും ആലോചിച്ചപ്പോ വേറെ വഴിയൊന്നും കണ്ടില്ല. അതുകൊണ്ട് അച്ഛന്റെ പരിചയത്തിലുള്ളൊരു കൂട്ടുകാരന്റെ മകളെ കൊണ്ട് കെട്ടിക്കാനാ തീരുമാനം. കല്യാണമൊക്കെ അവരെ ഏകദേശം ഉറപ്പിച്ച മട്ട. പിന്നെ പേരിനൊരു ചടങ്ങ്, അത്രേ ഉള്ളൂ. അതായി പെണ്ണ് കാണാൻ. ഭാനു, ആ, നമുക്കെന്നാ ഇറങ്ങിയാലോ? അങ്കി, ഞാൻ കേട്ടതൊക്കെ സത്യമാണ്. നീ നീ വിവാഹം കഴിക്കാൻ പോവാ? നീ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോവാ? ചോദിച്ചതിന് മറുപടി പറ അങ്കി. നീ അവളെ കെട്ടാൻ പോകണോന്ന്? ആ, കേട്ടതെല്ലാം സത്യം. അതല്ലേ നീയും ആഗ്രഹിച്ച്? ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോണം. അതിന് ഇതിലും നല്ല വഴി വേറെ എന്താ ഉള്ളേ? ഓഹോ, അപ്പൊ അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. എനിക്ക് മനസ്സിലായി. എടാ ദുഷ്ട, നീ എന്നെ സ്നേഹിക്കണമെന്നും പറഞ്ഞ് പറ്റിക്കുകയാണല്ലേ. നിന്നെ ഞാൻ അവളെ കൊണ്ട് കെട്ടിക്കാടാ. പട്ടി തണ്ടി നാറി. നിന്നെ ഞാൻ കൊല്ലോടാ. ഏയ് പ്രിയ, പ്രിയ വിട എന്നെ. നിനക്കല്ലേ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞേ? പിന്നെന്താ? ഓഹോ, അപ്പൊ ഞാൻ ഇഷ്ടമില്ലെന്ന് പറയാൻ കാത്തിരിക്കുന്നല്ലേ? എടാ ദുഷ്ട, നിന്നെ ഞാൻ ഹേ പ്രിയ, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന? ഇഡിയറ്റ്. ചെയ്യ 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 ചക്ക ചെയ്യ 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 ചെയ്യ. ഓ എനിക്ക് വയ്യ. ഉരുകി ഉരുകി പോനതടി എൻ ഉള്ളം ഞാൻ നീയെ. കുരുകി കുരുകി പോനതടി എൻ എണ്ണം ഞാൻ നീയെ. നീ ഇன்றி மூடுவே என் வானம் நீதானே. காதலே என்னோடும் എന്ത് വേണം? എന്താ നിന്റെ ഉദ്ദേശം? അതെന്താന്ന് നിനക്കറിയില്ലേ മുത്തേ? ഇല്ല, എനിക്കറിയാൻ വേണ്ട. മാറി നിൽക്കുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നു. ഓഹോ, എന്റെ പൊന്നുമോൾക്ക് ഉറക്കം വന്നിണ്ടല്ലേ? ചേട്ടൻ ഉറക്കിത്തരാം കേട്ടോ. അപ്പോൾ കുട്ടീസ് ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. സത്യം പറഞ്ഞത് വൺ ഷോട്ടായിട്ട് ചെയ്യാനിരുന്ന സ്റ്റോറിയാണ്. ബട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്കത് പറ്റിയില്ല. ഒരുപാട് എന്താ പറയുക, നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വന്നു. എനിക്കതിൽ നല്ല വിഷമം. പിന്നെ അതിൻ്റെ ഇടയിലാണ് എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ വിചാരിച്ച വേഗത്തിൽ എനിക്ക് അപ്ലോഡും ചെയ്യാൻ പറ്റിയില്ല. എല്ലാത്തിനും കൂടി ചേർത്ത് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. സോറി. ഇനി അടുത്ത സ്റ്റോറി ഇതിനെ നന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.